പാസഞ്ചറിനെ അനുവാദമില്ലാണ്ട് മുഖം കാണിച്ചു കുറച്ച് വേറെ കേസ് എടുക്കും. നിങ്ങൾ അനുവാദമില്ലാണ്ട് ഫേസ് കാണിച്ചു കുറച്ച് വേറെ കേസാ. അത് പറഞ്ഞാൽ ഇവരങ്ങനെ എഴുതി ചേർക്കും. പറയാണ്ട് തന്നെ എഴുതുന്നുണ്ട്. ഇവര് എന്തെങ്കിലും ഒരു കാര്യം വിട്ടു പറഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാം. ഇത് പറയുന്നില്ല, നമ്മൾ ഇട്ട് വലിപ്പിക്കുക. ഞാൻ ഉള്ളിൽ പോയ സമയത്ത് ഞാൻ ചോദിച്ചു, സാർ എന്താ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്? ഇവിടെ കുറ്റിപ്പുറം അവിടെ വക്കീല് പിന്നെ അവരിപ്പം വിളിച്ച് ഇങ്ങോട്ട് വരണോന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ഇവിടുത്തെ കാര്യം വരണോ വരണ്ടേ ഇവര് പറഞ്ഞ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാം. ഇതിപ്പോ എന്നോട് പറഞ്ഞ് അവിടെ നിക്ക്, എന്താ ധൃതി, അവിടെ നിക്ക്, പറയുന്ന അങ്ങോട്ട് കേക്ക്, അങ്ങനെ പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടെന്നോ ഞാൻ ചോദിച്ചു. ഇപ്പൊ കേസ് ഫയൽ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അവിടെ നിക്ക്. ഇവിടെ ഞമ്മക്ക് അതായത് ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലുള്ള നിയമങ്ങളും ഇതുമാണ്. കാരണം വെച്ചാല് സാഹചര്യത്തിനനുസരിച്ച് ആൾക്കാരെ ഫേവറിനനുസരിച്ചിട്ട് മാറും. ഇപ്പൊ നമ്മളെന്തോ വലിയ കുറ്റക്കാരായതുപോലെക്കാണ് അവരെ കാഴ്ചപ്പാടിലും അവരെ കണ്ണിലും നമ്മളെ കാണുന്നത്. നമ്മൾ അതിന്റെ പേരില് അതിനിങ്ങനെ അടിക്കാൻ നോക്കിയ സമയത്ത് മൈനറാണ് സാറേ അദ്ദേഹത്തിന് അവനെ അടിക്കരുതെന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ പേടിച്ചിട്ട് ലൈവ് ഓൺ ആക്കിയതില്ല. നമ്മള് ലൈവ് ഓൺ ആക്കൂല. ഏഹ് അറിയില്ല ഇനിയിപ്പോ എന്താവും. എന്താ അവസ്ഥ? എന്താ വെറുതെ നിൽക്കുന്ന? വെറുതെയോ? എന്തിനാ നീ അടുത്ത പ്രൊസീജിയർ എന്തായിക്കേ? അറിയില്ല, ചോദിച്ചിട്ട് അവര് പറയുന്നില്ല. നിക്ക് മറ്റേ ഇത് അയച്ചെന്നാ വക്കീല് പറഞ്ഞ ട്രെയിൻ നമ്പറിന്റെ ഇതും ഡീറ്റെയിൽസും പോകണം. കിട്ടിയാ? അത് തരണ്ടേ, ടിക്കറ്റ് തരണ്ടേ? ഞാൻ ടിക്കറ്റും ചോദിച്ചോ. അന്റെ പ്രൂഫ് എനിക്ക് ആധാർ കാർഡും ടിക്കറ്റ് ചോദിച്ചോട്ടെ, എന്താ പറയുന്നത്? എടാ എടുക്കടാ. സഞ്ജിതിപ്പോ ബാഗിൽ വിളിച്ച പ്രശ്നം, എത്തിച്ച പ്രശ്നം ഉണ്ടോ? ഇല്ലല്ലോ. ബാഗ് വിളിട്ടെ. കൊച്ചി അതില് കേറി ഇവര് വിടണ്ടേ? ട്രെയിൻ അടിക്കാൻ നോക്കിയില്ലേ TTR? പരാതി കൊടുക്കാൻ പറഞ്ഞാൽ ചോദിക്കാൻ വീഡിയോ എടുത്തതാ. ചോദിക്കുമ്പോ വീഡിയോ എടുക്കാൻ പറ്റൂല. എന്റെ ഒക്കെ പ്രൂഫ് ഉണ്ടോന്ന് അടിച്ചതിന്റെ. നമ്മ കണ്ണൂർ ടൈം മേടിച്ച് പോലീസുകാരനോട് ചോദിച്ച റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ കയറിയേ. എന്നിട്ട് എസിലേക്ക് പോകാൻ പറഞ്ഞു. എസിലേക്ക് പോകുമ്പോൾ TTR ടിക്കറ്റ് ഇല്ലല്ലോ. ഫസ്റ്റ് ഒരിക്കൽ ചെയ്യാൻ പറഞ്ഞതാണ്. പോലീസ് പറഞ്ഞിട്ട് കയറുന്നിട്ട് അയാൾ ആണ് ടിക്കറ്റ് അതുകൊണ്ട് ടിക്കറ്റ് മേടിച്ചോണ്ട് പോയി ഫോണും എടുത്ത് വീടുമ്പോ ഒരു സാറിനെ കൂട്ടിട്ട് വന്നു. എന്നിട്ട് സാറിന്റെ മുമ്പ് ഷോ ആർക്കല് എന്തേ അന്റെ പ്രൂഫോടാ ചോദിക്ക്. അത് അവര് ചോദിച്ചു പറഞ്ഞു അവിടെ നിൽക്കും മോനെ പറഞ്ഞങ്ങോട്ട് കേൾക്കുന്ന. അവര് പറയുമ്പോ പിന്നെ നമുക്ക് അധികം ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ അടുത്ത പറയും വീണ്ടും കാര്യം. വേറെ ഡീറ്റെയിൽസ് ഉണ്ട്. എനിക്ക് വാട്സപ്പ് ചെയ്തിട്ടില്ല. ഇല്ല, PDF അയച്ചിനാ. PDF അയക്കണേ. നമുക്ക് പരാതി ആരോട് വക്കീൽ എന്താ അവസ്ഥ? 2 ദിവസത്തെ ഉറക്കം ബാക്കി വെച്ച് എങ്ങനെങ്കിലും കൊച്ചി എത്തിയിട്ട് കടന്നുറങ്ങാന്ന് വിചാരിക്കുമ്പോ മറ്റന്നാൾ ഇങ്ങോട്ടേ തിരിച്ചു ഇനിയും വരണ്ടേ? ഒരു കാര്യണ്ട്, എല്ലാരും പോക്ക. ആരപ്പോ വിളിച്ചു ചോദിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിടിച്ച എടുത്ത് നീ ജംഷനോട് സംസാരിച്ച. ജംഷനോട് പറ ഉള്ളിൽ കേറിയിട്ട് അവര് വിട്ട് പറയുന്നില്ല. ഹലോ. പിന്നെ വന്നോ വാട്സപ്പിൽ ഒരു ആധാർ കാർഡ് ടിക്കറ്റ്. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ?
നമ്മ ഷൊർണൂർ ഇത് ഷൊർണൂർ ജംഗ്ഷൻ. എന്താ ഇവര് ഞാൻ ചോദിച്ചു അത് ഞാൻ ചോദിച്ചു സാറേ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു വെച്ചാല് മോനെ അവിടെ നിൽക്ക്, പിന്നെ ഇങ്ങനെ തുള്ളുന്ന പിന്നെ ഇവര് പരാതി എഴുതി കൊടുക്കുക, കുറച്ച് സമയം എടുക്കും, അത് കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും ഇങ്ങനെ വിട്ടു പറയുന്നില്ല. ഒന്നും കൂടെ വിട്ടു പറയുന്നില്ല. മറ്റേ ഇയാളില്ലേ, മറ്റേ TTR, അയാള്. ഓക്കെ. അപ്പൊ നമ്മൾ അതിൽ എന്താ എഴുതി കൊടുക്കണ്ടേ? മെമ്പർ കാണിക്കല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ എടാ, നീ വക്കീൽ സംസാരിച്ച ജംഷീക്ക് പറ. ഹലോ. ഞാൻ സെക്കൻഡ് വിളിച്ചേ. ഹലോ വക്കീലേ. ചാർജ് ഇല്ല കേട്ടോ ഫോണിന്. ആ ആ ആ ആ ആ ആ ആ ആ ഓക്കെ. അയച്ചേ. ആയിക്കോട്ടെ. നമ്മൾ അങ്ങനെ തന്നെ നിൽക്കും. നമ്മളെ മുമ്പ് തന്നെ ട്രെയിൻ ഉണ്ട്, പക്ഷെ അവര് അതിലും പോകാൻ പറ്റാത്ത രീതിയിലാക്കും നമ്മളെ. വേണ്ട, അങ്ങോട്ട് വരണമെന്നില്ല. നമ്മള് കൊച്ചി പോയിക്കോളും. പിന്നെയും കൊച്ചിക്ക് പോകണം, ബുദ്ധിമുട്ടാ. അത് വേണ്ട, കുഴപ്പമില്ല. എന്നാ ശരി, ഞാൻ വിളിക്കാം. നിങ്ങളത് അയക്ക്. ശരി. എന്താ പറഞ്ഞ? ഒരു മറ്റേ കേസിന്റെ താഴ്ച. ഞാൻ ഒരു കാര്യം ചെയ്തു, നമുക്ക് വിളിച്ച പരാതിൻ്റെത് ഇപ്പൊ ഒന്ന് എഴുതി കൊടുക്കണം. എന്താണ് കേസ്? ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ എക്സ്പീരിയൻസ്. ഇത് മിക്കവാറും എനിക്ക് തോന്നുന്നു രാവിലെ വരെ ലൈവ് ഉണ്ടാവും, ചിലപ്പോ 2 ദിവസം വരെ ലൈവ് ഉണ്ടാവും ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ. അല്ല, അവൻ 2 ദിവസം എന്തോ കാണിച്ചാലെന്ന് പറഞ്ഞല്ല. ആര് TTR അങ്ങനെ പറഞ്ഞാ? നമ്മള് നേരത്തെ എന്തോ പറഞ്ഞു. അപ്പൊ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞാല് നിയമം മാറും, എന്തോ മാറും പറഞ്ഞു. ഒരു പേടിപ്പിക്കുന്ന പോലെ. അപ്പൊ പേടിപ്പിച്ചല്ലേ? 2 ദിവസം കഴിഞ്ഞ് ഇതൊക്കെ മാറും. കാണിച്ചു തരാന്നുള്ള നമ്മളൊന്നും ശശിത്ത് നമ്മളെ പേടിപ്പിക്കാൻ നോക്കിയില്ല. ആരെയും വെല്ലുവിളിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. കാരണം വെച്ചാല് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകുന്നത്. ഇപ്പോഴും ചോദിച്ചിട്ട് ഇപ്പോഴും കണ്ടല്ലോ, ഒരു അപ്ഡേറ്റും ഇല്ല എന്താന്നുള്ളത്. അതിന്റെ ഉള്ളിൽ പോയിട്ട് ആ ഒരു പോലീസുകാരനുള്ളത്. ഞാൻ ചോദിക്കുമ്പോ എന്നോട് പറയാ നിക്കുമോനെ എന്നുള്ള ഇല്ല പറയുന്നു. എടാ ഒന്ന് പിടിച്ച ഇത് ഓഫ് ആക്കണ്ട കേട്ടാ. ഇങ്ങനെ തന്നെ ചിലപ്പോ നമ്മൾ അടിച്ച് കൊല്ലാൻ വരെ ചാൻസ് ഉണ്ടാവും. അപ്പൊ എന്ത് വന്നാലും ലൈവ് കട്ടാക്കും. എന്താ കാണിക്കുന്നത്? നമ്മളിപ്പോ എറണാകുളം എത്തിയിട്ടുണ്ടാവില്ലേ? പിന്നെ അമ്മ അതില് പോവാണെങ്കിൽ ഇപ്പൊ പോവാറ്റുണ്ടോ? എത്ര സമയം വരെ നിക്കണോടാ? സമയം ഫോണില് ചാർജ് 35 ഉണ്ട്. അത് കഴിഞ്ഞ ഇന്ത്യയിലടാ. അതെ, അത് ഞാൻ പോയില്ല. ഇവിടെ എനിക്ക് ഇപ്പോഴൊരു കാര്യം ഓർമ്മ വന്നു. ഈ ലൈവ് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ലൈവ് കഴിഞ്ഞ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ലൈവ് കഴിഞ്ഞ് നമുക്ക് റീലൈറ്റ് ഇടാൻ പറ്റും. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും. റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇത് അധികം റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. റെക്കോർഡ് ചെയ്യാൻ പറ്റാറില്ലെങ്കിലും ഈ ലൈവ് ആരെങ്കിലും ചിലപ്പോ എന്ത് കണ്ടന്റിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാൻ വെച്ചാൽ, ആ റെയിൽവേന്റെ ഉള്ളിൽ നിന്ന് പോലീസുകാരെ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ ഒരു പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ അവിടുന്ന് കയറ്റിവിട്ട് നമ്മളല്ല പറഞ്ഞത്, പിന്നെ കൺവേർട്ട് ആകണമെങ്കിൽ TTR ചോദിച്ച് കൺവേർട്ട് ആയിക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊരു പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫുട്ടേജ് ഒന്ന് എടുത്തു വെക്കണേ. കാരണം എനിക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇനിയിപ്പോ ഇവരെ അവസാനം പറയാൻ വെച്ചാൽ നമ്മൾ ആരും കയറാനും പറഞ്ഞിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഇവന്മാർ നൊയഞ്ഞ് കയറി പോലെ കയറിയിട്ട് പിന്നെ എന്താ പറയാ ആ രീതിയിൽ കൺവേർട്ട് ചെയ്യും. അപ്പൊ പോലീസുകാർ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ കയറിയതും എന്താ പറയാ സ്ലീപ്പർ കൺവേർട്ട് ആക്കാന്നുള്ള രീതിയിൽ നോക്കിയതും ഈ പ്രശ്നങ്ങൾ ഇത്രത്തോളം ആയതും ആദ്യം അടിക്കാൻ നോക്കിയതൊക്കെ നടന്നത്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും എടുത്തു വെച്ചാൽ അങ്ങനെ പറഞ്ഞു നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിട്ട്. എനിക്കറിയില്ല, ഇനി നോക്കട്ടെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ. ഒരു പവർ ബാങ്ക് ചാർജ് ഇല്ലേ?
35 ആ ഒരു 3/4 മണിക്കൂർ. ഇത് ഇൻസ്റ്റ റെക്കോർഡ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റൂല ഇത് കഴിഞ്ഞ പാട് എന്ത് ചെയ്യുന്നോട് എന്ത് കട്ടാക്കിയാല് അങ്ങനെ എന്തോ എന്ത് ടെക്നീഷ്യനാ ലൈവ് കഴിഞ്ഞ